അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കാർത്തിക, രോഹിണി, മകയിരം, ഉത്രാടം, തിരുവോണം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മാർച്ച് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിൽ എന്തൊക്കെയോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആഗ്രഹങ്ങളും അതുപോലെ തന്നെ വളരെ വലിയ ചില പ്രതീക്ഷകളുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ നിലവിൽ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങൾ എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ പലരിലും അനുഭവപ്പെടുന്നത് വലിയ രീതിയിലുള്ള മാനസിക വിഷമതയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സിദ്ധിക്കുവാൻ പോകുന്നത് ശോഭനയോഗമാണ്. ഈ ശോഭനയോഗം എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ നക്ഷത്രക്കാരിൽ ഇപ്പോൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗം രൂപം കൊള്ളുന്ന സമയത്തെ ജ്യോതിഷ ലോകം വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ഈ 8 നക്ഷത്രക്കാരിലും ഈ ശോഭനയോഗത്തിൻ്റെ ഫലങ്ങൾ നിസ്സാരമല്ല. അപ്പോൾ ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച രൂപപ്പെടുന്ന ശോഭനയോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ശോഭനയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഫലപ്രകാരം തെളിഞ്ഞു കാണുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോൾ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഭാവിയെപ്പറ്റി വളരെയധികം ചിന്തയുള്ളവരും അതുപോലെ തന്നെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെപ്പറ്റി മുൻപേ തന്നെ അധികമായി ചിന്തിച്ച് മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുമാണ്. അതൊരു പക്ഷേ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നിലവിൽ എത്ര കാഠിന്യമാണോ ഉള്ളത് അതിൽ കൂടുതലായി നിങ്ങൾ മനസ്സിലത് ചിന്തിച്ചു കൂട്ടുകയും അങ്ങനെ തന്നെ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെയും പറ്റി ചിന്തിച്ചാൽ ഒരു വിധത്തിലുള്ള മനസമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില കുംഭം രാശിക്കാരുടെ ജീവിതം പോകുന്നത്. ഇതിൽ തന്നെ ചിലർക്കാണെങ്കിൽ ചിന്തിച്ചാൽ ഭയം തോന്നുന്ന തരത്തിലുള്ള കടബാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുവാനുള്ള വരുമാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നുമില്ല. മാത്രമല്ല സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പുറമെ ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുവാനായി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റിവിറ്റിയാണ് നിലനിൽക്കുന്നത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ ശോഭനയോഗം നിങ്ങളിൽ അതിമഹത്തായ ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അതായത് ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരു ഭാഗ്യമുള്ള അനുഭവം ഉണ്ടാകുവാനേ പോകുന്നില്ല എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ചില കുംഭം രാശിക്കാർക്ക് ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ചയോടെ അവിശ്വസനീയമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതോ ഒരു അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു നിയമപരമായ പ്രശ്നമോ അതല്ല എന്നുണ്ടെങ്കിൽ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ ആകാം. എന്നാൽ അത്തരത്തിൽ
നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏതോ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഈ ശോഭനയോഗം ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഇനി ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാർക്ക് വളരെ വലിയ ഒരു മാറ്റം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കായിരിക്കും. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്ന കുംഭം രാശിക്കാരിൽ പലർക്കും എന്തുകൊണ്ടാണ് നിരന്തരം ജീവിതത്തിൽ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം നിങ്ങളുടെ ജീവിത പുരോഗതിയെ മുഴുവനായി തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നെഗറ്റിവിറ്റികളാണ് നിങ്ങളിൽ ഇപ്പോഴുള്ളത്. അതിൽ തന്നെ ചില വ്യക്തികളെ ശത്രുദോഷം പോലെയുള്ള ചില കാഠിന്യമേറിയ ദോഷങ്ങളും പിടിമുറുക്കിയിട്ടുണ്ട്. ഈ ശത്രുദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുവാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. അതായത് നിങ്ങൾ കരകയറുവാൻ ശ്രമിക്കും തോറും അടിപതറി വീണുപോകുന്ന സാഹചര്യങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. അത് സാമ്പത്തിക പ്രശ്നങ്ങളായും ആരോഗ്യ പ്രതിസന്ധികളായും മാനസിക ബുദ്ധിമുട്ടുകളായും എന്നുവേണ്ട നിങ്ങളുടെ ജീവിതം തന്നെ നരകതുല്യമാക്കുവാൻ ഈ ഒരു ദോഷം മതി. എന്നാൽ അത്തരത്തിൽ ശത്രുദോഷം കൊണ്ട് ഒരു വിധത്തിലും ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലാതെ ദുരിതപൂർണമായ ജീവിതം നയിച്ചു പോരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരെ രക്ഷിക്കുവാനെത്തുന്ന യോഗമാണ് ഈ ശോഭനയോഗം എന്ന് പറയുന്നത്. അതായത് ഈ മാർച്ച് 27 തീയതി വെള്ളിയാഴ്ച ശോഭനയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ നിങ്ങളുടെ ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയും അതുപോലെ തന്നെ ശത്രുദോഷം നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യും. ശത്രുദോഷം നിങ്ങളെ വിട്ടുപോകുമെന്ന് മാത്രമല്ല, നിങ്ങളെ ദ്രോഹിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കുന്ന സമയവും കൂടിയായിരിക്കും ഇത്. അപ്പോൾ ഈ ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഇനി ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ കുംഭം രാശിക്കാർക്ക് കുറച്ച് നാളുകളായി ലഭിക്കാതെ മുടങ്ങിക്കിടന്നിരുന്ന ബോണസുകൾ പോലെയുള്ള ചില തുകകൾ മുഴുവനായി കൈകളിലേക്ക് എത്തുകയും അത് നിങ്ങൾക്ക് വളരെ സഹായകമാവുകയും ചെയ്യും. ഒപ്പം തന്നെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭം രാശിക്കാർക്കും ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കും ഇത് ഭാഗ്യകരമായ സമയമാണ്. ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലും പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കുംഭം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു സമയമാണ് ഇത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ ദുഃഖകരമായ പല സാഹചര്യങ്ങളും ഉണ്ടാവുകയും കുടുംബ കലഹങ്ങളും തമ്മിലുള്ള വഴക്കുകളും കൊണ്ട് സമാധാനമില്ലാത്ത അന്തരീക്ഷം അനുഭവിക്കുകയും ചെയ്തിരുന്ന ഏതൊക്കെയോ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ ശോഭനയോഗം കൊണ്ട് സമാധാനവും സന്തോഷവും അനുഭവത്തിൽ വരികയും ഒപ്പം തന്നെ ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം കൈവരുകയും ചെയ്യും. അപ്പോൾ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ സമയമാണ് ഈ ശോഭനയോഗം കൊണ്ട് തെളിയുന്നത് എന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഇനി രണ്ടാമതായി ഈ മാർച്ച് 27 തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ഈ ശോഭനയോഗം കൊണ്ട് സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില കാത്തിരിപ്പുകൾ അവസാനിക്കുവാൻ പോകുന്നു എന്നത് തന്നെയാണ് ഫലപ്രകാരം വ്യക്തമാകുന്നത്. അതായത് നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും നേടിയെടുക്കുവാൻ ഒട്ടനവധി തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ചില പ്രതിസന്ധികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഉണ്ട്. മാത്രമല്ല ഇതിൽ പല ആളുകൾക്കും നിലവിൽ ജീവിതത്തെ ഒരു ആത്മവിശ്വാസത്തോടെ കാണുവാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചില ഇടവം രാശിക്കാർക്ക്
സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് ഓരോ ദിവസവും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഒരു പരിഹാരമുണ്ടാകുമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പോംവഴിയൊന്നും തന്നെ മനസ്സിൽ തെളിയുന്നതുമില്ല. എന്നാൽ ഈ ശോഭനയോഗം ശ്രദ്ധിക്കുന്ന മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ചയോടെ പല വിധത്തിലും നിങ്ങളെ ഭാഗ്യം തേടിയെത്തും. ഇതിൽ ചില കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായെങ്കിലും ഒരു സന്താന ഭാഗ്യം കാണുവാൻ കഴിയാതെ ദിനം പ്രതി ദുഃഖിക്കേണ്ട അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാക്കിക്കൊണ്ട് നിങ്ങൾ കേൾക്കുവാൻ കൊതിച്ചിരുന്ന ആ ശുഭവാർത്ത നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് ഇത്. ഇനി അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപക്ഷെ നാട്ടിലോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പുറം രാജ്യങ്ങളിലോ ആയിരിക്കാം. എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വീട്ടിലേക്ക് മാറണമെന്നും അതുപോലെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നുമുള്ളത്. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിൽ ചില ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വീട്ടിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്കും ആ ആഗ്രഹം ഉടനടി തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ശോഭനയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കൈകളിലേക്ക് സ്വർണം, വെള്ളി പോലെയുള്ള ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരുകയും അത് നിങ്ങളെ അതിശയിപ്പിക്കുകയും ചെയ്യും. അതൊരു പക്ഷേ നിങ്ങൾ വാങ്ങുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതോ അതുമല്ലെങ്കിൽ നിങ്ങൾ നൽകിയ വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് തിരികെ നൽകുന്നതോ എന്തുമാകാം. എന്തുതന്നെയായിരുന്നാലും ചില ഇടവം രാശിക്കാർക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടത് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളെ പറ്റിയാണ്. കാരണം ഇടവം രാശിയിൽ പിറന്ന മക്കളുടെ ജീവിതത്തിലെ എന്തൊക്കെയോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയും അതുപോലെ തന്നെ മക്കളെ കാക്കണമെന്ന് ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില മാതാപിതാക്കൾ ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം തളർത്തുന്ന നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളായിരുന്നാലും അത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ തന്നെ സംഭവിക്കുന്നത് കാണുവാൻ ഈ ശോഭനയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. പ്രത്യേകിച്ച് വിവാഹ തടസ്സമൊക്കെ അനുഭവിച്ചു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെയും തടസ്സങ്ങളെല്ലാം നീങ്ങി ഏറ്റവും മംഗളകരമായ രീതിയിൽ മംഗല്യ സൗഭാഗ്യം ഉണ്ടാകുവാൻ പോകുന്ന തരത്തിലാണ് ഫലപ്രകാരം കാണുന്നത്. കൂടാതെ തന്നെ നല്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും എന്നാൽ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന അവസ്ഥ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത ഏതൊക്കെയോ ഇടവം രാശിക്കാരും ഇതിലുണ്ട്. എന്നാൽ ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളിൽ സിദ്ധിക്കുന്ന ശോഭനയോഗം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുകയും ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കർമ്മമേഖലയിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുവാനും പോവുകയാണ്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ശോഭനയോഗം കൊണ്ട് ഇടവം രാശിക്കാർക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. അതുപോലെ തന്നെ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരുള്ള വീടുകളിൽ സന്തോഷം അധികരിക്കുകയും അവിടെ നിന്ന് നെഗറ്റിവിറ്റികൾ ഇല്ലാതാവുകയും ചെയ്യുന്ന സമയമാണ് ഇത്. ഇനി മൂന്നാമതായി ശോഭനയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു മാറ്റം കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച് മടുത്തവരാണ്. മാത്രമല്ല
നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒന്നിനു മുകളിൽ ഒന്നായി നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും ഓരോ ദിവസവും നേരിടേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഇതിൽ ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ഒരു വിധത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഈ ശോഭനയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്ന മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില ധനനേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന ദിവസമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ കടം വാങ്ങിയ വ്യക്തികൾക്ക് ആ പണം തിരികെ കൊടുക്കുവാൻ ഒരു നിവൃത്തിയുമില്ലാതെ, ഇപ്പോൾ അവരെ കണ്ടാൽ മുഖത്ത് പോലും നോക്കുവാൻ കഴിയാതെയും അവർ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യുവാൻ കഴിയാതെയും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ചിലർ ഉള്ളത്. എന്നാൽ എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും, നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ഒരു ധനനേട്ടം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നിങ്ങളുടെ ബാധ്യതകളെ പരിഹരിക്കുവാനുള്ള വഴി നിങ്ങൾക്കുണ്ടാകും എന്നത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള ചില വ്യക്തികൾക്ക് കടമായി കൊടുത്തിരുന്ന നിങ്ങളുടെ മുതലുകൾ തിരിച്ചു കിട്ടുവാനും പോകുന്ന സമയവും കൂടിയാണ് ഇത്. ഇനി അതുപോലെ തന്നെ ഈ ശോഭനയോഗം സിദ്ധിക്കുന്ന മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ചയോടെ ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കർമ്മമേഖലയിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുവാനുള്ള യോഗം കാണുന്നു. അതൊരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ചില പുതിയ ഉത്തരവാദിത്തങ്ങളെ പറ്റിയോ ചില സ്ഥാനക്കയറ്റത്തെ പറ്റിയോ ആയിരിക്കാം. ഇനി ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെയോ നിയമ തടസ്സങ്ങൾ നിലവിൽ അനുഭവിക്കുന്നുണ്ട്. അതായത് ആ തടസ്സങ്ങൾ നീങ്ങിയാൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവശ്യമില്ല. ഇനി ഈ ഒരു ശോഭനയോഗം എന്ന് പറയുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം എന്നിങ്ങനെയുള്ള മേഖലകളിലും ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമാകുന്ന യോഗമാണ്. പ്രത്യേകിച്ച് ഇതിൽ ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ ജീവിത പങ്കാളിയുമായി ചില പിണക്കങ്ങൾ നിലവിൽ വെച്ചു പുലർത്തുകയും പരസ്പരം ഒന്നിച്ചു പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അത്തരത്തിലുള്ള പരാജയം നിറഞ്ഞ സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന മകരം രാശിക്കാർക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇല്ലാതാകുന്ന തരത്തിലാണ് ഈ ശോഭനയോഗം നിങ്ങളിൽ തെളിയുന്നത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച മകരം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളുടെ ഭാവിയെയും ജീവിതത്തെയും ശോഭനമാക്കുവാൻ സൃഷ്ടിക്കപ്പെടുന്ന ഒരു യോഗം തന്നെയാണ് ഈ ശോഭനയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ശോഭനയോഗം സിദ്ധിക്കുന്ന മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ചയോടെ ഒട്ടനവധി ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ പോകുന്ന സമയമാണ് തെളിയുന്നത്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.